നമസ്കാരം. കോയമ്പത്തൂരിൽ 10 വയസ്സുകാരിയെ കാണാതാകുന്നതും കൊല്ലപ്പെടുന്നതും മാതാപിതാക്കളുടെ മൂക്കിൻ തുമ്പിൽ വെച്ചാണ്. എന്താകും ആ കുട്ടിക്ക് സംഭവിച്ചിട്ടുണ്ടാവുക? ഇപ്പോഴും നിരവധി ചോദ്യങ്ങൾ അവശേഷിക്കുകയാണ്. മോഡലും നടിയുമായ ട്രിഷ ശർമ്മയുടെ ആത്മഹത്യയിൽ വലിയൊരു നീക്കം നടന്നിരിക്കുന്നു. ഭർത്താവ് സമർ സിംഗിനെ 7 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ വടക്ക് പടിഞ്ഞാറൻ ഡൽഹിയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് പ്രായപൂർത്തിയാകാത്ത 2 യുവാക്കളാണ്. കൊന്നതാകട്ടെ ഒരു 14-കാരനും. വിശദമായി നോക്കാം. സ്വാഗതം നിഗൂഢതകളുടെ 20-ാം മണിക്കൂറിലേക്ക്. കോയമ്പത്തൂരിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ വാർത്ത ഏറെ ഞെട്ടിക്കുന്നതായിരുന്നു. അതിലിപ്പോൾ 2 പ്രതികൾ പിടിയിലായിരിക്കുകയാണ്. പെൺകുട്ടിക്കെതിരെ ലൈംഗികാതിക്രമം ഉണ്ടായിട്ടുണ്ട് എന്ന ഗുരുതരാരോപണമാണ് കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നിരിക്കുന്നത്. വലിയ പ്രതിഷേധമാണ് സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോയമ്പത്തൂരിൽ നിലനിൽക്കുന്നത്. മെയ് 21 വൈകുന്നേരമായിരുന്നു കോയമ്പത്തൂർ ജില്ലയിലെ സുലൂർ താലൂക്കിൽ താമസിച്ചിരുന്ന 10 വയസ്സുകാരിയെ കാണാനില്ലെന്ന് കാണിച്ച് പോലീസിന് പരാതി ലഭിക്കുന്നത്. വീട്ടിൽ നിന്ന് സമീപത്തെ കടയിലേക്ക് പോയതായിരുന്നു ഈ പെൺകുട്ടി. എന്നാൽ കടയിൽ പോയ പെൺകുട്ടി ഏറെ നേരം കഴിഞ്ഞിട്ടും തിരിച്ചെത്താത്തതിനെ തുടർന്ന് വീട്ടുകാർ പലയിടത്തും അന്വേഷിച്ചു. ഒടുക്കം ഇരുചക്ര വാഹനത്തിലെത്തിയ 2 പേർ കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയതായി കുട്ടി പോയ കടയിലെ ജീവനക്കാരൻ മാതാപിതാക്കൾക്ക് വിവരം നൽകുകയായിരുന്നു. കുട്ടിയുടെ മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകിയതോടെ അവർ വിശദമായ അന്വേഷണവും ആരംഭിച്ചു. തെരച്ചിലിനൊടുവിൽ മെയ് 22 കണ്ണംപാളയം തടാകക്കരയ്ക്ക് സമീപം പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തി. ശരീരത്തിൽ നിരവധി മുറിവുകളോട് കൂടിയായിരുന്നു പോലീസ് ആ പിഞ്ചു കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തുന്നത്. എന്നാൽ കുട്ടിയുടെ വെറും ഒരു കൊലപാതകമല്ല, കുട്ടിയെ പ്രതികൾ ശാരീരികമായി ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന ആരോപണം കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും പിന്നീട് ഉയർന്നു വരികയുണ്ടായി. അപ്പോഴേക്കും പ്രദേശവാസികളുടെ ഭാഗത്തു നിന്നും വലിയ തരത്തിലുള്ള ജനരോഷം സംഭവവുമായി ബന്ധപ്പെട്ട് ഉയർന്നു തുടങ്ങിയിരുന്നു. വെള്ളിയാഴ്ച രാത്രി മുതൽ ശനിയാഴ്ച പുലർച്ചെ വരെ സുലൂർ റോഡിൽ നാട്ടുകാരും കുടുംബവും ചേർന്ന് സംഭവത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. വെസ്റ്റ് സോൺ പോലീസ് ഇൻസ്പെക്ടർ ജനറൽ RV രമ്യ ഭാരതി സംഭവസ്ഥലം സന്ദർശിക്കുകയും പ്രതിഷേധക്കാരുമായി സമാധാന ചർച്ച നടത്തുകയും ചെയ്തെങ്കിലും പ്രതിഷേധം അവസാനിപ്പിക്കാൻ അവർ തയ്യാറല്ലായിരുന്നു. ഉത്തരവാദികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നതായിരുന്നു അവരുടെ ആവശ്യം. പ്രതിഷേധം ശക്തമായതോടെ സുലൂർ നിയോജക മണ്ഡലം TVK MLA NM സുകുമാറും ഇന്നലെ പ്രദേശം സന്ദർശിക്കുകയും ശരിയായ അന്വേഷണം നടത്തി നടപടിയെടുക്കുമെന്ന് അവർക്ക് ഉറപ്പു നൽകുകയും ചെയ്യുകയായിരുന്നു. ஒரு பொண்ணு நேற்று காணாமல் போய் அவங்க கம்ப்ளைண்ட் கொடுத்துருக்காங்க. கம்ப்ளைண்ட் கொடுத்து இன்னைக்கு காலையிலேருந்து போலீஸ் டீம் தேடி அவங்க எங்கெங்கே எல்லாத்தையும் விசாரிச்சிருக்காங்க. விசாரித்து தேடி இதில் எங்கேயுமே கிடைக்கல. பட் இன்னைக்கு ஒரு சஸ்பெக்டில் போய் பார்க்கும்போது ஒரு கிணத்துக்குள்ளே அவங்களோட உடல் இருந்ததாக சொல்லி எடுத்துகிட்டு வந்து இப்போ ESIக்கு அனுப்பிச்சிருக்காங்க மருத்துவரைக்கு. இது வந்து யாருக்குமே ஒரு இந்த துன்பம் எந்த குடும்பத்துக்கும் இனிமேல் வரக்கூடாதுங்கிறது தான் என்னோட ஆசை, தமிழ்நாட்டு அரசோட ஆசை. எந்த ஒரு இந்த மாதிரி ஒரு நிகழ்ச்சி எந்த ஊர்லயுமே நடக்கூடாது. நம்ம ஊரில் மட்டும் கிடையாது, இது நடந்திருக்கு. இதுக்கு உண்டான நடவடிக்கைகள் அத்தனையுமே வந்து போலீஸ் வந்து எடுத்துட்டு தான் இருக்காங்க. அவங்க வந்து ஒரு தனி டீம் போட்டு ஃபாலோ பண்ணி எல்லாத்தையும் எடுத்துட்டு தான் இருக்காங்க. நாளைக்கு காலையில் 7 மணிக்குள்ள முழு விவரமும் இதே மாதிரி ஒரு பிரஸ் மீட்ல நானும் போலீஸ் சம்பந்தப்பட்ட போலீஸ் அதிகாரிகளும் உங்களுக்கு எல்லாத்தையும் விரிவாக சொல்றோம். அது வரைக்கும் தயவு செஞ்சு கொஞ்சம் அமைதிக்காங்க. இழப்புங்கிறது வந்து அவருக்கு பெண்ணோட பாங்க தேவையில்லாம அவங்க கூட்டிட்டு போறாங்க. இவங்க வந்து பொண்ணோட சித்தி தான். அவங்க இவங்க கிட்ட நான் ப்ராமிஸ் பண்றேன், நாளைக்கு 7 மணிக்குள்ள உங்களுக்கு அத்தனை விஷயம், என்ன விசாரணை, என்ன யாரு எப்படிங்கிறது எல்லாத்தையுமே, யாரை பிடிக்கிறாங்க எல்லா விஷயத்தையும் உங்களுக்கு வந்து காலைல 7 மணிக்கு இதே மாதிரி பிரஸ் மீட்ல நானும் போலீஸ் அதிகாரி நடவடிக்கை எடுத்திருக்காங்க. அவங்க வந்து கம்பல்ட்ட விசாரிச்சிருக்காங்க, அவங்க பேரண்ட்ஸ் கிட்ட விசாரிச்சிருக்காங்க. அவங்க மதர் சைடு இருந்து எந்த ஒரு சரியான தகவல் இல்லை அப்படிங்கறனால இவங்களே தான் தேடி இருக்காங்க. ஏன்னா ஏதாவது ஒரு வீட்டிலிருந்து தகவல் வரும்னு எதிர்பார்த்தாங்க, தகவல் வரல.
அதனால வந்து போலீஸே தான் எல்லாத்தையும் தேடி போயிருக்காங்க. இவரு ஏதோ வேலைக்கு போயிட்டு இவரு வந்திருக்காரு. இவருக்கு அப்புறம் தான் விஷயமே தெரியும் பொண்ணோட அப்பாவுக்கு. அதனால இப்போ எந்த ஒரு க்ளூவும் இல்லாம தான் போலீஸ் தேடி எடுத்திருக்காங்க. இப்போ உடம்பு கிடைச்சோன்னே போஸ்ட்மார்ட்டம் காமிச்சிருக்காங்க. காலையில நேரத்திலேயே ஃபர்ஸ்ட் இதாக கொடுக்க சொல்லியிருக்கேன். அதுவும் நான் பேசினேன் டீனட்டையும். இப்போ நாளைக்கு காலை 7 மணிக்குள்ள உங்களுக்கு முழு விசாரணை ഉണ്ടാനത് யார் அக்யூஸ்ட் எல்லா விஷயத்தையும் காலை 7 മണിക്ക് நானும் സംബന്ധപ്പെട്ട പോലീസ് അധികാരിയും മുന്നാൾ തെളിയിക്കണം. ടി.വി.കെ. എം.എൽ.എ. ഇന്നലെ പ്രതിഷേധക്കാരോടും മാധ്യമങ്ങളോടും നടത്തിയ പ്രതികരണമായിരുന്നു നമ്മളിപ്പോൾ കണ്ടത്. പോലീസ് നടത്തിയ CCTV ദൃശ്യങ്ങളിലെ പരിശോധനയിലൂടെ ലഭിച്ച ദൃശ്യങ്ങളിൽ നിന്ന് പ്രധാന പ്രതിയായ കാർത്തിക്കിനെ പിന്നീട് പോലീസ് തിരിച്ചറിഞ്ഞ് അറസ്റ്റ് ചെയ്യുകയാണുണ്ടായത്. ഇയാളുടെ കുറ്റസമ്മതത്തിന്റെ അടിസ്ഥാനത്തിൽ കുറ്റകൃത്യത്തിന് സഹായിച്ച രണ്ടാമത്തെ പ്രതിയായ മോഹൻരാജിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. എന്നാൽ കുറ്റകൃത്യം പോലീസ് പുനരാവിഷ്കരിക്കുന്നതിനിടെ പ്രധാന പ്രതിയായ കാർത്തിക് സമീപത്തുള്ള കോമ്പൗണ്ട് മതിൽ ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ ശ്രമത്തിനിടെ അയാളുടെ കൈകാലുകൾ ഒടിയുകയും ചെയ്തു. തുടർന്ന് പോലീസ് കാവലിൽ ഇയാളെ കോയമ്പത്തൂർ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. രണ്ടാം പ്രതിയായ മോഹൻരാജിനെ സുലൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ജഡ്ജി അരുൺകുമാറിന്റെ മുൻപാകെ ഹാജരാക്കി. കൂടുതൽ അന്വേഷണം നടത്തുന്നതിനായി മെയ് 27 വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിലും വിട്ടു. ഇരയുടെ ശരീരത്തിൽ കണ്ടെത്തിയ പരിക്കുകളുടെ ആഴത്തിൽ ഇപ്പോഴും ഒരു ഉത്തരം കിട്ടാത്തതിനാൽ നീതി ലഭിക്കും വരെ പ്രതിഷേധ പ്രകടനം തുടരാനാണ് ഇവരുടെ തീരുമാനം. അതുകൊണ്ട് തന്നെ സംഘർഷം നിയന്ത്രിക്കുന്നതിനായി 300-ലധികം വരുന്ന വലിയ പോലീസ് സന്നാഹത്തെയാണ് പ്രദേശത്ത് വിന്യസിച്ചിരിക്കുന്നത്. 5 special teams were formed immediately under the supervision of the DSP, Karmathampatti Subdivision, Coimbatore District, and intensive search operations were undertaken to trace the missing child. During the course of investigation, analysis of the CCTV cameras, footages in the nearby vicinity, and the technical evidence confirmed that one Karthi, aged about 33 years, son of Kasinathan, a native of Nagapatnam district, now settled in Coimbatore, and also a neighbor who is an acquaintance of the victim's family, had taken the missing child along with him. Based on this investigation, the accused Karthi, who was hiding in the first floor of Maria Rose Garden apartments at Kannampalayam, was surrounded by the special police team. In an attempt to escape from the police, he jumped from upstairs, resulting in fractures on his right hand and right leg. He was arrested, and during the course of interrogation, the accused Karthi confessed that he had lured the child, sexually assaulted her, and subsequently murdered her in a coconut grove near Kannampalayam, Kulam. Further investigation also revealed the involvement of one another accused, namely Mohan, aged 30 years, son of Ramasamy of Bharatipuram, Pallapalayam, which is also the neighborhood of the victim's house. He had allegedly assisted the main accused, Karthi. So he was arrested and remanded to judicial custody. The accused Karthi has been admitted to the Coimbatore Government Medical College Hospital for further treatment. As the case pertains to assault of a minor child, the case is being altered to include the provisions of POCSO Act, and stringent action is being undertaken. The police preparedness in responding to the first call and prompt action in such cases resulted in timely detection of the case and arrest of the 2 accused persons within 24 hours. Efforts are underway for getting the required monetary relief to the family as soon as possible. പെൺകുട്ടിയുടെ മരണകാരണം എന്തെന്നതിൽ ഇപ്പോഴും ഉത്തരം ലഭിച്ചിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും സംശയങ്ങൾ അവശേഷിക്കുകയാണ്. കുടുംബം ആരോപിക്കുന്നത് പോലെ എന്തെങ്കിലും അതിക്രമം പ്രതികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കം പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നതോടുകൂടി ഇതിനൊരു വ്യക്തത കൂടി ലഭിക്കും. ഒരു തെറ്റും ചെയ്യാതെ കൊല്ലപ്പെട്ട ആ പിഞ്ചുകുഞ്ഞിന് വൈകാതെ നീതി ലഭിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.
സ്ത്രീധന മരണങ്ങളെപ്പറ്റി ദിനം പ്രതി എന്നോണം വാർത്തകൾ വരികയാണിപ്പോൾ. മോഡലും നടിയുമായ ടുഷ ശർമ്മയുടെ ആത്മഹത്യയും വലിയ കോളിളക്കമാണ് സൃഷ്ടിച്ചത്. സംഭവത്തിൽ ഇപ്പോഴിതാ ടുഷയുടെ ഭർത്താവായ സമർ സിംഗിനെ ഭോപ്പാൽ ജില്ലാ കോടതി 7 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. കൂടാതെ ടുഷയുടെ മൃതദേഹം വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം. മോഡലും നടിയുമായ ടുഷ ശർമ്മയുടെ ആത്മഹത്യാ കേസിലെ മുഖ്യപ്രതിയും ഭർത്താവുമായ സമർ സിംഗിനെ ഭോപ്പാൽ ജില്ലാ കോടതി 7 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. ജബൽപൂരിൽ നിന്ന് കൊണ്ടുവന്ന ശേഷം കനത്ത സുരക്ഷയിലായിരുന്നു സമർത്തിനെ കോടതിയിൽ ഹാജരാക്കിയത്. കേസുമായി ബന്ധപ്പെട്ട് പൊതുജന ശ്രദ്ധ വർദ്ധിച്ചു വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാനും അനിഷ്ട സംഭവങ്ങൾ തടയാനുമായി കോടതി പരിസരത്ത് വലിയ പോലീസ് സന്നാഹത്തെയൊക്കെയായിരുന്നു ഏർപ്പെടുത്തിയിരുന്നത്. ഉച്ചകഴിഞ്ഞ് 3:15ഓടെയാണ് സമർത്തിനെ കോടതിയിൽ ഹാജരാക്കിയത്. സംഭവം നടന്ന 10 ദിവസത്തിന് ശേഷമാണ് സമർത്ത് പോലീസ് പിടിയിലാകുന്നത്. जो आरोपी समर्थ है इसकी जो पुलिस कस्टडी मानी 7 दिन की दी गई है, उसमें बहुत सारी प्रोसीजर कार्रवाइयाँ जो हमारे द्वारा की जानी है, तो हम लोग बिल्कुल उसको टाइमिंग के हिसाब से. കദാര ഹിൽസ് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള വീട്ടിൽ ടുഷ ശർമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ ദിവസം മുതൽ, അതായത് മെയ് 12 മുതൽ സമർ സിംഗ് ഒളിവിലായിരുന്നു. കേസിൽ കൃത്യമായൊരു നടപടി തുടക്കത്തിൽ വൈകിയിരുന്നെങ്കിലും ഇപ്പോൾ നടക്കുന്ന നീതിയുക്തമായ അന്വേഷണം പ്രതീക്ഷകൾ ഉയർത്തുന്നുവെന്നാണ് ടുഷയുടെ കസിൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. इनिशियल इन्वेस्टिगेशन को लेके हम लोग काफ़ी मतलब डीमोटिवेट भी हो रहे थे और काफ़ी हम लोग परेशान हो रहे थे, लेकिन जब से हमने सीएम साहब से और मीडिया से कहीं ना कहीं हेल्प मिली है हमें, हम पॉजिटिव साइन अभी हमें दिखे हैं. कुछ हाई कोर्ट में भी PM2 के लिए हमें पॉजिटिविटी मिली थी. हाई कोर्ट में उन्होंने बेल के लिए अप्लाई किया था, फिर उन्होंने बेल अपना जो था एप्लीकेशन वो विड्रॉ कर लिया, फिर वहाँ कल सरेंडर किया. तो अभी चीज़ें थोड़ा ठीक चल रही हैं. कटारे इस थाली में कल 2-2:30 बजे उसका वहाँ पर आए भी थे वो लोग. आज सुनवाई हुई है, 7 दिन की कस्टडी मिली है, तो थोड़ा सा सहमति तो है हमारी कि ठीक है अभी सही चल रहा है. CBI जांच जब होगी तो सारे दूध का दूध पानी का पानी होगा. शक जरूर है. आप देखेंगे कि अगर क्राइम सीन पे कोई टीम नहीं है, जो गिरिवाला जी हैं वो भी अपने घर से काफ़ी इंटरव्यू दिए जा रही हैं, तो यही हमारे लिए डाउट है कि वहाँ पर क्या हो रहा है, क्राइम सीन को एक्चुअली कितना संभाल के रखा गया है, कितना CBI को भी वो मिल पाएगा, उसके लिए मुझे थोड़ा सा डाउट है. बट CBI पे पूरी सहमति है हमारी और वो अपना जांच करेगी, जरूर जांच करेगी. पोस्टमार्टम 2 से हमें पूरी इंजरी है, जैसा कि हम पहले दिन से ही बता रहे हैं कि पोस्टमार्टम में जो चीज़ें दिखनी चाहिए थी वो अप्रत्यक्ष मतलब उसमें नहीं दिख रही हैं, ट्रांसपेरेंसी उसमें नहीं थी. पोस्टमार्टम 2 से हमें पूरी उम्मीद है और कहीं ना कहीं न्यायपालिका से भी एक उम्मीद जगी है हमारी कि PM2 के लिए उन्होंने अलाउ किया और बाकी सारी चीज़ों के लिए जैसे वो एक्शन ले रहे हैं, जैसे कर रहे हैं, CBI जांच के लिए भी उन्होंने बोला हुआ है. तो कहीं ना कहीं एक पॉजिटिव साइन है. PM2 आएगा तो सारी चीज़ें सामने आएंगी. നിലവിൽ സ്ത്രീധന നിരോധന നിയമപ്രകാരമാണ് FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കൂടാതെ സമർ സിംഗിന്റെ ലൈസൻസ് BC താൽക്കാലികമായി നിർത്തിവെച്ചു. ടുഷയുടെ മൃതദേഹം രണ്ടാമത് പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള നീക്കങ്ങൾ നടക്കുകയാണിപ്പോൾ. ഇതിനായി ഡൽഹി എയിംസിൽ നിന്നും 4 അംഗ മെഡിക്കൽ സംഘം ഇന്ന് വൈകുന്നേരം ഭോപ്പാലിലേക്ക് തിരിക്കും. कल जबलपुर से आरोपी को पकड़ के भोपाल लाई है पुलिस. आज पुलिस ने उन्हें सुबह पेश कराया मजिस्ट्रेट साहब के सामने. 7 दिन का रिमांड मांगा था और सभी परिस्थितियों को देखते हुए कि अभी शुरू से ये लगातार फरार है 12 तारीख के बाद से, आज मजिस्ट्रेट साहब ने 7 दिन का पुलिस रिमांड दे दिया है आरोपी को. अब वो सभी ने देखा, वो हंस रहे थे. अब उनने क्या करा है नहीं करा है पुलिस निकालेगी 7 दिन के अंदर. और पासपोर्ट के संबंध में प्रोसीडिंग हुई थी. उनके वकील साहब ने आज अपना पासपोर्ट भी जमा कर दिया जो आरोपी है उसका. और बाकी 3 एप्लीकेशंस हैं जो पेंडिंग है, जो प्रिजर्वेशन के संबंध में हमने लगाई थी जो नंबर के लिए, उसके लिए अभी 29 तारीख लगी है. 10 दिनों तक कहाँ रुके थे, कोई जानकारी अभी कुछ नहीं दिया. अब इन्वेस्टिगेशन होगा और इसमें 10 दिन तक वो किसके संरक्षण में थे, अगर कोई सरकारी लोग इसमें इन्वॉल्व है जिनके पास वो थे तो उसके लिए भी प्रोसीडिंग है, उसके लिए भी सजा इन्वेस्टिगेटिव. മെയ് 12-നായിരുന്നു ടുഷ ശർമ്മയെ ഭോപ്പാലിലെ ഭർത്താവിന്റെ വീട്ടിലെ ടെറസിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. 2025 ഡിസംബറിലാണ് അഭിഭാഷകനായ സമർ സിംഗിനെ ടുഷ വിവാഹം കഴിക്കുന്നത്. എന്നാൽ വിവാഹത്തിന് ശേഷം ഭർത്താവിന്റെയും ഭർത്തൃമാതാവിന്റെയും ഭാഗത്തു നിന്നും സ്ത്രീധനത്തെ ചൊല്ലി ടുഷയ്ക്ക് വലിയ തരത്തിലുള്ള മാനസിക ശാരീരിക പീഡനങ്ങളാണ് അനുഭവിക്കേണ്ടി വന്നിരുന്നത്. ഇത് ടുഷയുടെ മരണശേഷം കുടുംബം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. കുടുംബത്തോട് താൻ അപകടത്തിലാണെന്ന് ടുഷ പറഞ്ഞിരുന്നതായും അവർ പിന്നീട് വെളിപ്പെടുത്തിയിരുന്നു. ടുഷയുടെ മരണശേഷം പുറത്തുവന്ന CCTV ദൃശ്യങ്ങളിൽ ടുഷ ഒറ്റയ്ക്ക് ടെറസിലേക്ക് പോകുന്നതും പിന്നീട് അബോധാവസ്ഥയിലായ ടുഷയെ താഴേക്ക് കൊണ്ടുവരുന്നതും CPR നൽകാൻ ശ്രമിക്കുന്നതും ഒക്കെ കാണാം.
പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും തൂങ്ങിമരണമെന്ന് തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ അവളുടെ ശരീരത്തിൽ കണ്ടെത്തിയ മുറിവുകളാണ് കൂടുതൽ സംശയത്തിനിടയാക്കുന്നത്. മുറിവേറ്റതും അടിയേറ്റതുമായ നിരവധി പാടുകളാണ് ടിഷയുടെ ദേഹത്തുണ്ടായിരുന്നത്. ഇതൊരു ആത്മഹത്യയല്ല, കൊലപാതകമെന്നാണ് ടിഷയുടെ കുടുംബത്തിന്റെ ആരോപണം. സമർ സിംഗിന്റെ കുടുംബത്തിന് രാഷ്ട്രീയ നിയമസ്വാധീനമുള്ളതുകൊണ്ട് തന്നെ കേസ് അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യതയൊക്കെ കുടുംബം തുടക്കത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. പോലീസ് തുടക്കത്തിൽ കാണിച്ച മെല്ലപ്പോക്കിനെതിരെയും കുടുംബം ആരോപണം ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അന്വേഷണം മുന്നോട്ടു പോകുന്നത് ശരിയായ രീതിയിലെന്ന് തന്നെയാണ് കുടുംബവും വ്യക്തമാക്കുന്നത്. രണ്ടാം പോസ്റ്റ്മോർട്ടം കൂടി നടക്കുന്നതോടെ ടിഷയുടെ മരണത്തിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും. ഇതുകൂടി പരിഗണിച്ചാകും ഇനി മുൻപോട്ടുള്ള നടപടികൾ. ടിഷയ്ക്ക് അർഹമായ നീതി നമ്മുടെ നിയമ സംവിധാനം നേടി നൽകുമെന്ന് നമുക്ക് കരുതാം. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. ബീഹാറിൽ വെറും 6 സെന്റ് ഭൂമിക്ക് വേണ്ടിയുണ്ടായ ഒരു തർക്കം. ആ തർക്കം എത്തിനിന്നത് ഒരു 33-കാരന്റെ കൊലപാതകത്തിലാണ്. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഇയാളുടെ പിതാവ് ഇപ്പോൾ ചികിത്സയിലാണ്. ബീഹാറിലെ കിഴക്കൻ ചമ്പാരനിലെ ചാംഹി ഗ്രാമത്തിലാണ് വെറും 6 സെന്റ് ഭൂമിക്കായുള്ള തർക്കം ഒരു കൊലപാതകത്തിൽ കലാശിച്ചത്. ഗ്രാമവാസിയായ രാമചന്ദ്ര റൌട്ടിന്റെ മകൻ അലോക് പട്ടേലാണ് കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ഒരാഴ്ചയായി അയൽക്കാരനായ ശങ്കർ സാഹിയുടെ കുടുംബവുമായി സമീപത്തെ 6 സെന്റ് ഭൂമിയെ ചൊല്ലി തർക്കമുണ്ടാകുന്നത് പതിവായിരുന്നു. തർക്കം രൂക്ഷമായപ്പോൾ ഇരു കുടുംബങ്ങളെയും കൂട്ടിച്ചേർത്ത് നിരവധി പഞ്ചായത്തുകളൊക്കെ നടക്കുകയും ചെയ്തിരുന്നു. ഒടുക്കം ഇരു വീട്ടുകാരും ചേർന്ന് തന്നെ ഒരു അന്തിമ തീരുമാനത്തിലേക്കെത്തി. മെയ് 25-ന് ഈ 6 സെന്റ് ഭൂമി അളന്ന് ആരാണിതിന്റെ യഥാർത്ഥ ഉടമസ്ഥനെന്ന് കണ്ടെത്താൻ അവർ തീരുമാനിച്ചു. എന്നാൽ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് ഇരു വീട്ടുകാരും തമ്മിൽ വീണ്ടും തർക്കത്തിലായി. തർക്കത്തിനിടെ ശങ്കർ സാഹ രാമചന്ദ്ര റൌട്ടിന്റെ വീട്ടിലെത്തി വീട്ടുകാരെ അസഭ്യം പറയുകയും രാമചന്ദ്രയെ ആക്രമിക്കുകയും ചെയ്തു. അച്ഛനെ ആക്രമിക്കുന്നത് കണ്ട് രക്ഷിക്കാൻ ഓടിയെത്തിയതായിരുന്നു മകനായ അലോക്. അലോകിനെ എതിർക്കാനായി സാഗ വീശിയ കത്തി തറച്ചു കയറിയത് അലോകിന്റെ നെഞ്ചിലായിരുന്നു. കത്തി ആഴത്തിൽ തറച്ചു കയറിയത് കൊണ്ട് തന്നെ തൽക്ഷണം അലോക് അവിടെ വെച്ച് മരിക്കുകയും ചെയ്തു. कितना जमीन है? 1.5 फुट छाया छोले लिए सब नाप के हाँ पिया के बनावे लगता कौन उहे लोग फिर का भेल तो का भयो बैठा वाली दूरा पर सब फाटा वाटा 10-15 और आवेला चक्कू के लेके भाई के मार दो. സഹയുടെ ആക്രമണത്തിൽ അലോകിന്റെ പിതാവിനും ഗുരുതരമായി പരിക്കേറ്റു. പിതാവ് ഇപ്പോൾ സബ് ഡിവിഷണൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആ കുടുംബത്തിലെ മൂത്ത മകനായിരുന്നു കൊല്ലപ്പെട്ട അലോക്. അലോകിനാകട്ടെ 2 ചെറിയ മക്കളുമുണ്ട്. ഈ കുടുംബം മുഴുവൻ മുന്നോട്ടു പോയിരുന്നത് അലോകിന്റെ വരുമാനത്തെ ആശ്രയിച്ചായിരുന്നു. ഏതായാലും സംഭവത്തെക്കുറിച്ച് വിവരം ലഭിച്ചയുടൻ തന്നെ പോലീസ് സ്ഥലത്തെത്തി മറ്റു നടപടികൾ സ്വീകരിച്ച് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചു. കൂടാതെ പ്രധാന പ്രതിയായ ശങ്കർ സാഹു ഉൾപ്പെടെ നിരവധി പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തി പ്രതി ശങ്കർ സാഹിന്റെ സ്ഥലത്ത് നിന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തു. കേസിന്റെ ഗൗരവം കണക്കിലെടുത്ത ഒരു FSL സംഘത്തെ വിളിച്ചിട്ടുണ്ടെന്നും അവർ സംഭവസ്ഥലത്ത് നിന്ന് തെളിവുകൾ ശേഖരിച്ച് അന്വേഷണം നടത്തുന്നുണ്ടെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. 4 സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേരെ ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. സംഭവവുമായി ബന്ധപ്പെട്ടിപ്പോൾ ആ ഗ്രാമത്തിൽ സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. നിലവിൽ പോലീസ് അവിടുത്തെ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. ഇന്നത്തെ കാലത്ത് കൊലപാതക വാർത്തകൾ ഇടവേളകളില്ലാതെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ കൊല്ലുക എന്ന മനോഭാവം കുട്ടികളിൽ പോലും ഉടലെടുത്തിരിക്കുന്നു എന്നതിന് വലിയൊരു ഉദാഹരണമാണ് ഡൽഹിയിൽ നിന്ന് വരുന്നത്. ഡൽഹിയിലെ രോഹിണിയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് പ്രായപൂർത്തിയാകാത്ത 2 കുട്ടികളാണ്. കൊല ചെയ്തതാകട്ടെ പ്രായപൂർത്തിയാകാത്ത മറ്റൊരു 14-കാരനും.
പടിഞ്ഞാറൻ ഡൽഹിയിലാണ് 3 കുട്ടികൾ തമ്മിൽ നടന്ന കയ്യാങ്കളിക്കൊടുവിൽ 2 പേർ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായത്. കുത്തേറ്റ് മരിച്ച ആൺകുട്ടികൾ 16നും 17നും ഇടയിൽ പ്രായമുള്ളവരാണ്. കുത്തി കൊലപ്പെടുത്തിയ കുട്ടിയാകട്ടെ 14 വയസ്സ് മാത്രം പ്രായമുള്ള ഒരാളും. എന്നാൽ ഈ കൊലപാതകം നടന്നതിന് പിന്നിൽ ഞെട്ടിക്കുന്ന മറ്റൊരു കഥ കൂടിയുണ്ട്. ഈ വർഷം ആദ്യം കൊല്ലപ്പെട്ട സുഹൃത്തിനു വേണ്ടി പ്രതികാരം ചെയ്യാനാണ് 3 പേരടങ്ങുന്ന കുട്ടികളുടെ സംഘം സുൽത്താൻപൂരിൽ നിന്ന് രോഹിണിയിലേക്ക് എത്തുന്നത്. തങ്ങളുടെ സുഹൃത്തിനെ കൊന്ന കൊലപാതകി രോഹിണിയിലെ ഏതോ സുഹൃത്തിനൊപ്പം ഉണ്ടെന്ന വിവരം ലഭിച്ചായിരുന്നു മൂവർ സംഘത്തിന്റെ വരവ്. എന്നാൽ അന്വേഷിച്ചെത്തിയ ആളെ കണ്ടെത്താനാകാതെ വന്നതോടെ മൂവർ സംഘം പ്രദേശത്താകെ തെരച്ചിൽ നടത്താൻ ആരംഭിച്ചു. വീടുകളിലെല്ലാം അതിക്രമിച്ചു കയറിയും ഭീഷണിപ്പെടുത്തിയുമായിരുന്നു അവർ തെരച്ചിൽ നടത്തിയത്. തെരച്ചിലിനിടെ പ്രദേശത്തെ ഒരു കുടുംബം മൂവർ സംഘവും തമ്മിൽ തർക്കത്തിലാവുകയും ചെയ്തു. ആ തർക്കം അക്രമാസക്തമായതോടെ ആ വീട്ടിലെ സ്ത്രീയെയും മകനെയും ആക്രമിച്ച ശേഷം ഇവർ 3 പേരും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ 3 പേരിൽ ഒരാളുടെ കയ്യിൽ നിന്നും ആക്രമിക്കാനായി കൊണ്ടുവന്ന കത്തി താഴെപ്പോയി. ഇവരെ പിന്തുടർന്നെത്തിയ നാട്ടുകാരിൽപ്പെട്ട 14 വയസ്സുകാരൻ ആ കത്തിയെടുത്ത് 2 ആൺകുട്ടികളെയും കുത്തി വീഴ്ത്തുകയായിരുന്നു. കഴുത്തിലും വയറ്റിലും ആഴത്തിൽ മുറിവേറ്റ ഇരുവരെയും റോഡിൽ കുഴഞ്ഞു വീണു. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള സംഘം സ്ഥലത്തെത്തി പരിക്കേറ്റവരെ അടുത്തുള്ള ആശുപത്രിയിലെത്തി. അവിടെ വെച്ച് 2 പേരും മരിച്ചു എന്നുള്ള വാർത്തയാണ് പിന്നീട് പുറത്തുവരുന്നത്. ആക്രമണത്തിൽ പരിക്കേറ്റ 3ാമത്തെ ആൺകുട്ടി ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. സംഭവത്തിൽ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും ഫോറൻസിക് സംഘവും കുറ്റകൃത്യം നടന്ന സ്ഥലം പരിശോധിക്കുകയും കത്തി ഉൾപ്പെടെയുള്ള തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ 14 വയസ്സുകാരനെ പിടികൂടിയതായി പോലീസ് വ്യക്തമാക്കി. കൊലപാതക ശ്രമം തുടങ്ങിയ കുറ്റങ്ങൾ ഉൾപ്പെടെ ഇരുവിഭാഗവും പരസ്പരം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. കുട്ടികൾക്കിടയിൽ പോലും അക്രമവാസനയും കൊലപാതക മനോഭാവവും ഇത്തരത്തിൽ വർദ്ധിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. എന്താകും ശത്രുത തോന്നിയാൽ കൊല്ലുക എന്ന ചിന്താഗതിയിലേക്ക് അവരെ കൊണ്ടെത്തിക്കുന്നത്? ഇന്നത്തെ കാലത്തെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസും മറ്റു മാധ്യമങ്ങളും ഒക്കെയാകാം ഒരുപക്ഷെ അവരുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യുന്നുണ്ടാവുക. കുട്ടികൾക്ക് മേൽ നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നതിന് മറ്റൊരു ഉദാഹരണം കൂടിയാണ് ഈ ഇരട്ട കൊലപാതകങ്ങൾ. പൂർണ്ണമാവുകയാണ്. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.